ഭൂമിയിൽ ഒരു ദിവസം 24 മണിക്കൂർ തന്നെ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? 2050 ആകുമ്പോഴേക്കും നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കുമെന്ന് വല്ല ധാരണയുമുണ്ടോ? അതുമാത്രമല്ല, നമ്മുടെ ഈ ഗ്രഹത്തിന്റെ ആകെ ഭാരം എത്രയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നിങ്ങളെ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടുനോക്കൂ. നമ്പർ 1. ഭൂമിയുടെ യഥാർത്ഥ ഭാരം എത്ര? നമ്മൾ ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ വലുതും ഭാരമേറിയതുമാണ്. കോടിക്കണക്കിന് ആളുകളും മൃഗങ്ങളും കടലുകളും മലകളും ഒക്കെയാണ് ഇതിലുള്ളത്. എന്നാൽ ഭൂമിയുടെ ആകെ വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഭൂമിയുടെ ആകെ ഭാരം ഏകദേശം $5 കൂടെ 97 സെന്റ് ടൈംസ് 10 24 കിലോഗ്രാം. ഇത് എനിക്കും നിങ്ങൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും കൂടുതലാണ്, അല്ലേ? നമ്പർ 2. കടലുകൾ ഓക്സിജൻ പുറത്തുവിടുമോ? മനുഷ്യജീവിതത്തിന് ഏറ്റവും ആവശ്യമായ ഓക്സിജൻ നൽകുന്നത് മരങ്ങളാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ 50% മുതൽ 80% വരെ ഉത്പാദിപ്പിക്കുന്നത് സമുദ്രത്തിലെ ഫൈറ്റോപ്ലാങ്ക്ടണുകളും കടൽച്ചെടികളുമാണ്. ആമസോൺ കാടുകളാണ് ലോകത്തിലെ ഭൂരിഭാഗം ഓക്സിജനും നൽകുന്നത് എന്ന ധാരണ തെറ്റാണ്. അവ വെറും 6 മുതൽ 9% വരെ മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂ. ചുരുക്കത്തിൽ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ പകുതിയിലധികവും വരുന്നത് കടലിൽ നിന്നാണ്. നമ്പർ 3. ശരിക്കും ഒരു ദിവസം 24 മണിക്കൂറുണ്ടോ? ഭൂമിയിൽ എപ്പോഴും ഒരു ദിവസം 24 മണിക്കൂർ ആയിരുന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരു ദിവസം വെറും 18 മുതൽ 21 മണിക്കൂർ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയുടെ ഭ്രമണവേഗത വളരെ പതുക്കെ കുറഞ്ഞുവരുന്നതിനാലാണ് ദിവസത്തിന്റെ ദൈർഘ്യം കൂടുന്നത്. ഓരോ നൂറ്റാണ്ടിലും ഒരു ദിവസത്തിന്റെ നീളം ഏകദേശം 1.7 മുതൽ 2.3 മില്ലിസെക്കൻഡ് വരെ വർദ്ധിക്കുന്നുണ്ട്. ഭൂകമ്പങ്ങളും പ്രകൃതിദത്തമായ മാറ്റങ്ങളുമാണ് ഇതിന് കാരണം. നമ്പർ 4. സൂര്യൻ ഭൂമിയേക്കാൾ എത്ര വലുതാണ്? ആകാശത്ത് കാണുമ്പോൾ സൂര്യൻ ചെറുതാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സൂര്യൻ ഭൂമിയേക്കാൾ ഭീമാകാരമാണ്. സൂര്യന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഭൂമിയേക്കാൾ 109 മടങ്ങാണ്. നമ്മുടെ ഭൂമി പോലെയുള്ള ഏകദേശം 13 ലക്ഷം ഗ്രഹങ്ങളെ ഒന്നിച്ച് സൂര്യനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. സൂര്യൻ ഒരു ദിവസം പ്രകാശിച്ചില്ലെങ്കിൽ ഭൂമിയിലെ തണുപ്പ് കാരണം മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ലാതാകും. നമ്പർ 5. ഭൂമിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി നമ്മൾ ഇന്ന് കാണുന്നതുപോലെ ആയിരുന്നില്ല. അക്കാലത്ത് ഭൂഖണ്ഡങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരൊറ്റ വലിയ ഭൂപ്രദേശമായി കിടക്കുകയായിരുന്നു. ഇതിനെ ശാസ്ത്രജ്ഞർ പാൻജിയ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിനു ചുറ്റും ഒരൊറ്റ വലിയ സമുദ്രവും ഉണ്ടായിരുന്നു. കാലക്രമേണ ഭൂമിയുടെ അടിയിലുണ്ടായ ചലനങ്ങൾ മൂലമാണ് ഈ കരഭാഗങ്ങൾ വേർപിരിഞ്ഞ് ഇന്ന് കാണുന്ന വിവിധ രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമായി മാറിയത്. നമ്പർ 6. 2050 ഭൂമിക്ക് എന്ത് സംഭവിക്കും? ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഭൂമിയെ വേഗത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ വർധനവ് ചൂട് ക്രമാതീതമായി കൂടുന്നു. ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് പ്രകാരം 2050 ആകുമ്പോഴേക്കും ഭൂമിയിലെ പല പ്രദേശങ്ങളും കടുത്ത ചൂടുകൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. ധ്രുവങ്ങളിലെ ഐസ് ഉരുകി കടൽത്തീര നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും ഇത് കാരണമാകും. നമ്പർ 7. ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന സമുദ്രം. ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമല്ല, ഭൂമിയുടെ ആഴങ്ങളിലും ജലത്തിന്റെ വലിയൊരു ശേഖരമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 660 കിലോമീറ്റർ താഴെ ഭൂമിയുടെ മാൻഡിൽ ലെയറിൽ വലിയൊരു ജലശേഖരമുണ്ട്. എന്നാൽ ഇത് നമ്മൾ കാണുന്നതുപോലെ ദ്രവരൂപത്തിലല്ല, മറിച്ച് റിങ്ങുഡൈറ്റ് എന്ന് പറയുന്ന പാറകൾക്കുള്ളിൽ തന്മാത്രാ രൂപത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളത്തേക്കാൾ 3 ഇരട്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. നമ്പർ 8. ഭൂമി ശരിക്കും ഉരുണ്ടതാണോ? സ്കൂളിൽ പഠിക്കുമ്പോഴും ഗ്ലോബ് നോക്കുമ്പോഴും ഭൂമി കൃത്യമായ ഒരു പന്ത് പോലെ ഉരുണ്ടതാണെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമി ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം തടിച്ചതുമായ ഒരു ആകൃതിയാണിതിനുള്ളത്. ഇതിനെ ശാസ്ത്രീയമായി ജിയോയിഡ് അല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്ഫെറോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ഈ ആകൃതി ഉണ്ടായത്. നമ്പർ 9. ഭൂമിയെ എന്തുകൊണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി തിളങ്ങുന്ന നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണം ഭൂമിയുടെ 71% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ബാക്കിയുള്ള 29% മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന കരഭാഗം. ഈ ജലസാന്നിധ്യമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതും. നമ്പർ 10. ഭൂമിയുടെ വയസ്സ് എത്രയാണ്? ഭൂമിയിലെ പഴക്കം ചെന്ന പാറകളെയും ഉൽക്കാശിലകളെയും കുറിച്ച് പഠിച്ച ശേഷമാണ് ശാസ്ത്രജ്ഞർ ഭൂമിയുടെ പ്രായം കണക്കാക്കിയത്. നാഷണൽ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ പ്രകാരം നമ്മുടെ ഭൂമിക്ക് ഏകദേശം 454 കോടി വർഷം 4.54 ബില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട്. സൗരയൂഥം ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഭൂമിയും രൂപപ്പെട്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.